ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏതൊരു യൂട്യൂബറും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, അത് യൂട്യൂബ് സ്ട്രൈക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു സ്ട്രൈക്കിനെ കുറിച്ച്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നും അതിന് എന്ത് ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. എനിക്ക് ഒരു ഏകദേശം 2 ആഴ്ച മുന്നേ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിരുന്നു. അത് ഡയറക്റ്റ് യൂട്യൂബ് കോപ്പിറൈറ്റ് സ്ട്രൈക്കായിട്ട് നമുക്ക് തരുമല്ല ചെയ്യുന്നത്. വാണിംഗ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് കണ്ടൻറ് എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് ആദ്യം ഒരു വാണിംഗ് തന്നത്. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഫ്രീ ആയിട്ട് മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് റിവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടൻറ്റിൻ്റെ പേരിലാണ് ആദ്യം എനിക്കൊരു കണ്ടൻറ് എന്ന് പറയുന്നത്, ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിട്ടും ഞാൻ വീഡിയോ ആയിട്ടും 2 തരത്തിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ ഇപ്പോഴും ചാനലിൽ ഉണ്ട്, അതിപ്പോഴും വ്യൂവേഴ്സ് കയറുന്നുള്ളൊരു വീഡിയോ ആണ്. അതിന് ഇതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് ബേസ് ചെയ്തിട്ട് ഇട്ട ഒരു ഷോർട്ട് വീഡിയോയ്ക്കാണ് ആദ്യം എനിക്ക് വാണിംഗ് ആയിട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു വാണിംഗ് നമ്മുടെ ചാനലിൽ ആദ്യം വരുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് യൂട്യൂബ് ഇങ്ങനെ ഒരു വാണിംഗ് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വാണിംഗും നമുക്ക് എക്സ്പയർ ആവാൻ ഏകദേശം 90 ദിവസത്തോളം വേണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ വീണ്ടും യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് സ്ട്രൈക്കായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ തന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അത് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് അനൈംസ് വാച്ച് ചെയ്യാനുള്ളൊരു സൈറ്റായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. അതൊരു മിസ്റ്റേക്കായി പോയിരുന്നു. സെയിം കണ്ടൻറ്റിനായിരുന്നു ആദ്യം എനിക്ക്, ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയായിരുന്നു ആദ്യം ഞാൻ ഇട്ടപ്പോൾ എനിക്കിതൊരു വാണിംഗ് ആയിട്ട് വന്നത്. ഞാനിത് വീണ്ടും ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഇട്ടത് കൊണ്ടാണ് എനിക്ക് വീണ്ടും അതൊരു സ്ട്രൈക്കായിട്ട് മാറിയത്. അപ്പോൾ സ്ട്രൈക്കായിട്ട് വന്നപ്പോൾ പ്രശ്നം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ പിന്നെ മറ്റൊരാക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ പറ്റാതെയായി. അതായത് ഏകദേശം ഒരാഴ്ചത്തേക്ക് നമുക്ക് യൂട്യൂബിൽ ഒരാക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല. അതായത് ജസ്റ്റ് ഒരു പോസ്റ്റ്, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാൻ പോലും നമുക്ക് അതിനുള്ള പെർമിഷൻ കിട്ടത്തില്ല. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും നമുക്കൊരു പെർമിഷനും ഒരാഴ്ചത്തേക്ക് കിട്ടത്തില്ല. ആ ഒരു വീക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് 90 ദിവസത്തേക്ക് നമ്മുടെ ചാനലിൽ അത് ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും എന്തെങ്കിലും വയലേഷൻസ് വരുത്തിയാൽ നമുക്കത് 2ാമത്തെ ഒരു സ്ട്രൈക്കായിട്ടായിരിക്കും നമ്മുടെ ചാനലിന് കിട്ടുക. അങ്ങനെ 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുമ്പോൾ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ പോലും നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴും ആ ഒരു സ്ട്രൈക്ക് എൻ്റെ ചാനലിൽ ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതിപ്പോൾ വരുന്ന ടൈമിൽ തന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് വീണ്ടും അവർക്കൊരു അപ്പീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് വയലേഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോൾ അവർ വീണ്ടും നമ്മുടെ വീഡിയോ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് മെയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അഥവാ നമ്മൾ അപ്പീൽ ചെയ്യുമ്പോൾ അതൊരു വീണ്ടും കറക്റ്റായിട്ട് നോക്കിയിട്ട് സംഭവം വയലേഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ചാനലിനും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. അതുപോലെ തന്നെ ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. വേറൊരു ട്രെയിനിങ് സെഷൻ പോലെ നമുക്ക് ഒരു 7 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫോം തരും. നമ്മളത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രൈക്ക് ഏകദേശം 90 ദിവസം കഴിയുമ്പോഴത്തേക്കും എക്സ്പയർ ആയി പോകുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സ്ട്രൈക്കിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മസ്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബിൻ്റെ ഇപ്പോൾ കൂടുതലായിട്ട് പുതിയ പോളിസീസ് വന്നിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനലിനത് പ്രശ്നമാണ് ചാൻസ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ മറ്റ് കണ്ടൻറ്റുകളൊന്നും യൂസ് ചെയ്യാൻ നിങ്ങളുടെ തന്നെ റിയൽ ആയിട്ടുള്ള കണ്ടൻറ്റ് മാക്സിമം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒത്തിരിയധികം ചേഞ്ചസാണ് ഇത്തവണ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ
എല്ലാ കാര്യങ്ങളും എല്ലാ അപ്ഡേറ്റുകളും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ കണ്ടൻറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള നല്ല കണ്ടൻറ്റുകൾ മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പഴയ പോളിസീസ് പോലൊന്നും അല്ല, വളരെയധികം മാറ്റങ്ങളാണ് ഇപ്രാവശ്യം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോൾ ഏതൊരു മേഖല നോക്കിയാൽ പോലും, അത് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഒത്തിരിയധികം മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസും വളരെയധികം, കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് എല്ലാം വളരെയധികം ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.